രാത്രിയും പകലും വ്യത്യാസമില്ലാത്ത ബാംഗ്ലൂർ നഗരം രാത്രിയായാലും പകലായാലും എപ്പോഴും അവിടെ തിരക്കായിരിക്കും. ആൾക്കാരുടെ ബഹളവും ഹോളിഡേയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു നഗരമാണ്. ആ തിരക്കിനിടയിൽ ഒരു രാത്രി ഒരു മുറിയിൽ ഒരു സ്ത്രീയുടെ ജീവൻ പോകുന്നു. ഭയങ്കര ക്രൂരമായുള്ളൊരു സംഭവമായിരുന്നു ആ മുറി വെച്ച് ആ സ്ത്രീക്ക് സംഭവിച്ചത്. അങ്ങനെ എന്തായിരുന്നു ആ മുറിയിൽ നടന്നത് എന്ന് നോക്കാം. 2025 ജൂൺ 7 ഉത്തരഹള്ളിയിലുള്ള റോയൽ എംറ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഒരു ഓയോ ഹോട്ടലാണ്. അത്ര വലിയ ഹോട്ടലൊന്നുമില്ല, വലിയ ആഡംബര ഹോട്ടലൊന്നുമില്ല, അത്യാവശ്യം ചെറിയ ഒരു മിഡ് സൈസിലുള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ പ്രത്യേകത ഒരു ഓയോ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ വന്നു പോകുന്ന, പ്രത്യേകിച്ച് കപ്പിളായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു പോകുന്ന ഒരു ഹോട്ടലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ആൾക്കാർ ചോദിക്കാറില്ല. ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ആ ഒരു ഹോട്ടലിലേക്ക് 2025 ജൂൺ 7 ഒരു യുവാവും ഒരു യുവതിയും ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നു. അവർ രണ്ടുപേരും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടായിരുന്നു അവിടെ വെച്ച് പെരുമാറുന്നുണ്ടായിരുന്നത്. അതായത് പരസ്പരം അറിയാത്തതുപോലെ രണ്ടുപേരും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം രണ്ടുപേരും പതുക്കെ നടന്നു വന്ന് റിസപ്ഷനിൽ പതുക്കെ സംസാരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന യുവാവ് അയാളുടെ കയ്യിലുള്ള തിരിച്ചറിയ കാർഡ് കൊടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത ഓയോ മുറിയിൽ നേരത്തെ റൂം ബുക്ക് ചെയ്തിരുന്നു. ആ റൂം നമ്പർ കാണിച്ച് റൂം നമ്പർ 307 ആയിരുന്നു, റൂം നമ്പർ ബുക്ക് ചെയ്തിരുന്നതൊക്കെ പറഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അയാൾ തിരിച്ചറിയ കാർഡ് കൊടുത്ത് കൂടെ ഉണ്ടായിരുന്ന യുവതിയുടെ തിരിച്ചറിയ കാർഡ് വാങ്ങി ആ റിസപ്ഷനിൽ കൊടുക്കുന്നു. ശേഷം നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ആ മുറിയുടെ താക്കോല് ഇവർക്ക് രണ്ടുപേർക്കും ആ റിസപ്ഷനിൽ കൈമാറുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ പതുക്കെ ലിഫ്റ്റ് വഴി ആ മുറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നേരെ 307 മുറിയിലെത്തി വാതിൽ തുറന്ന് അവർ മുറി ഉള്ളിലേക്ക് കയറുന്നു. ശേഷം വാതിലടയ്ക്കുന്നു. ആ ഒരു സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്ന യുവതിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അന്ന് രാത്രി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അവിടെ വെച്ച് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആവുന്നു. ഇവരുടെ ചെക്കൗട്ട് ടൈം രാവിലെ 11 മണിയായിരുന്നു. ശേഷം 11 മണി 12 മണിയാവുന്നു, 1 മണിയാവുന്നു, 2 മണിയാവുന്നു. 2 മണിയായിട്ടും വാതിൽ തുറന്നിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്ന ഗസ്റ്റുകൾ ഇങ്ങനെ ചെക്കൗട്ട് സമയം അറിയാതെ കിടന്ന് ഉറങ്ങാറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തിരക്കിലൊക്കെ ആവും. അതുകൊണ്ട് തന്നെ അതുപോലത്തെ സമയങ്ങളിൽ റിസപ്ഷനിലെ ആളുകൾ പോയി ആ മുറിയിലേക്ക് പോയി ഇങ്ങനെ ചെക്കൗട്ട് സമയം ആയി എന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്തേക്ക് പോകാൻ പറയും. ചെക്കൗട്ട് സമയം കഴിഞ്ഞ് ഇത്ര മണിക്കൂർ ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷൻ്റെ ആളുകൾ നേരെ മുറിയിലേക്ക് പോയി വാതിൽ മുട്ടുന്നു. കുറേ തവണ മുട്ടിയിട്ടും വാതിൽ തുറന്നിരുന്നില്ല. വേറെ വഴിയില്ലാതെ അവർ താഴെ വരുന്നു. ശേഷം ആ റിസപ്ഷന് ഇവർ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറില്ലേ ആ യുവാവിൻ്റെ യുവതിയുടെയും അവർ രണ്ടുപേരും നമ്പറേക്ക് വിളിച്ച് നോക്കുന്നു. നമ്പർ രണ്ടുപേരും സ്വിച്ച് ഓഫ് ആണ്. ശേഷം ഇവർ ചെയ്തത് കുറച്ച് മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോലീസിനെ അങ്ങോട്ട് വരാൻ പറയുന്നു. പോലീസ് അങ്ങോട്ട് എത്തിയ സമയത്ത് ആ 307 നമ്പർ മുറിയില്ലേ അതേ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് അങ്ങോട്ടേക്ക് പോലീസിനെ പോകാൻ പറയുന്നു. ശേഷം പോലീസ് എത്തി ആ മുറി പതുക്കെ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നു. ആ തുറന്ന് കയറിയ സമയത്ത് അവർ ചവിട്ടിയത് ചോരലായിരുന്നു. അതായത് ആ മുറി മുഴുവനും ചോര ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസുകാർക്ക് പോലും ആ ഒരു കാഴ്ച കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ചോര തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചോരയിൽ ഒരു സ്ത്രീ കഴുത്ത് മുറിച്ച് മരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ആ ഭിത്തിൽ മുഴുവൻ ചോര തെറിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആ ബെഡൊക്കെ അല്ലേ ബെഡ് വസ്തുക്കളൊക്കെ അതൊന്നും വലിച്ചെറിയപ്പെട്ടിട്ടില്ല. അതായത് പിടിവലിയൊന്നും നടന്നിട്ടില്ല. ആ സ്ത്രീ മാത്രം നിലത്ത് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന തിങ്സ് മുഴുവനും അതേപോലെ തന്നെ കിടക്കുന്നു. അതേസമയം തന്നെ മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടില്ല. അതൊക്കെ നോക്കുന്ന സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്ന യുവാവില്ലേ ആ യുവാവ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നൊരു കാര്യം പോലീസിന് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവർ ചെയ്തത് ആ മുറി പൂട്ടി താഴേക്ക് വരുന്നു. ശേഷം ആ റിസപ്ഷനിൽ ഇവർ കൊടുത്ത ഡീറ്റെയിൽസ് ഇല്ലേ അതൊക്കെ പരിശോധിക്കുന്നു. അതേസമയം തന്നെ CCTV ഫുട്ടേജ് മറുഭാഗത്ത് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ റിസപ്ഷനിൽ ഇവർ കൊടുത്ത ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ ആ മരിച്ച സ്ത്രീയിലെ അവരുടെ പേര് ശ്രുതിയാണെന്നും അവർക്ക് 25 വയസ്സ് ഉണ്ടെന്നും മനസ്സിലാവുന്നു. കൂടാതെ അവർക്ക് കല്യാണം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ് ഒരു മകളുമുണ്ട്. ശേഷം ആ റിസപ്ഷൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അവരുടെ ഭർത്താവ് വിളിച്ച് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ ഭാര്യയോട് മരിച്ചു കിടക്കുന്നുണ്ട്, അർജൻറ്റായിട്ട് വരണമെന്ന് വിളിച്ച് പറയുന്നു. അത് കേട്ട സമയത്ത് ഭർത്താവ് ശരിക്കും ഞെട്ടിപ്പോയി. അയാൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കാരണം തൻ്റെ മകൾ 5 വയസ്സ് മാത്രമുള്ള മകൾക്ക് അമ്മ നഷ്ടപ്പെട്ടു, അമ്മ മരിച്ചുപോയി എന്നൊരു കാര്യം അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരെ മകളെയും കൊണ്ട് ആ ഹോട്ടലിലേക്ക് അയാൾ വരുന്നു. ശേഷം അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ ശ്രുതിയെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്, എങ്ങനെ നിങ്ങളുടെ ഭാര്യ ഇവിടെ എത്തി, ഈ യുവാവിൻ്റെ കൂടെ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്നു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കൂടെ ഒരു യുവാവ് എന്നൊരു കാര്യം അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അയാൾ പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഇങ്ങനെ കമ്പനി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ജോലിയുടെ ആവശ്യത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു പതിവുണ്ട്. ഈ ഇടയ്ക്ക് ഇന്നലെ വരെ ജോലിയുടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാനും കുഴപ്പമില്ല പോയിട്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ഇങ്ങോട്ടാണ് വന്നത് എന്നൊരു കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുന്നു. അതേസമയം തന്നെ ഒരു കാര്യം കൂടെ അയാൾ സൂചിപ്പിക്കുന്നു. അതായത് ഈ അടുത്തായി ഭാര്യ കുറേ മണിക്കൂർ കണക്കിന് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കുറേ തവണ ഇങ്ങനെ ചാറ്റ് മറ്റ് കാണുക ചെയ്യുന്നുണ്ട്. മണിക്കൂർ കണക്കിന് ഫോണിൽ സംസാരിച്ച് മുറിയിലിരിക്കുന്നുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. ആരാണ് ചോദിച്ചാൽ അവൾ പറയുന്നില്ല. ഞാൻ പലതവണ ഇതിൻ്റെ പേര് ദേഷ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യം കൂടെ പറയുന്നു. അത് കേട്ട സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഏകദേശം കാര്യം മനസ്സിലാവുന്നു. അതായത് ഫോണിൽ സംസാരിച്ചത് എന്തായാലും യുവാവായിരിക്കും. ആ യുവാവായിരിക്കണം ഇങ്ങോട്ട് ഇവരെ കൊണ്ടുവന്നത് എന്ന് ഊഹിച്ച് ആ CCTV ഫുട്ടേജിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു. അതായത് വൈകുന്നേരം സമയത്ത് ഈ ശ്രുതിയും ആ യുവാവും കൂടെ ഒരുമിച്ച്
നടന്ന് ആ CCTV ഫുട്ടേജ് വളരെ വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. ഒരുമിച്ച് നടന്നു വരുന്നു. ശേഷം ഇവർ മുറിയിലേക്ക് കയറി പോകുന്നു. അത് കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ ഏകദേശം 1 മണി 2 മണിക്കുള്ളിൽ ആ യുവാവിൽ കൂടണ്ടായിരുന്ന യുവാവ് പതുക്കെ ആ മുറിയിൽ നിന്ന് നടന്ന് പുറത്തേക്ക് വരുന്നു. മുഖം മറച്ചിട്ടായിരുന്നു ഇയാൾ വരുന്നുണ്ടായിരുന്നത്. മുഖം മറിച്ച് പതുക്കെ ആ നടന്നു പോകുന്നത് CCTV ഫുട്ടേജിൽ വളരെ വ്യക്തമായി റെക്കോർഡായിരുന്നു. ശേഷം കൂടുതൽ അന്വേഷിച്ചപ്പോൾ കൂടണ്ടായിരുന്ന യുവാവില്ലേ അയാളുടെ പേര് നവീനാണെന്നും അയാൾക്ക് ആൾറെഡി കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളതാണ്. ഒരു കുടുംബസ്ഥനാണെന്ന് മനസ്സിലാവുന്നു. ഇങ്ങനെ കുടുംബമൊക്കെ ഉള്ള നവീനും ശ്രുതിക്കും കുടുംബം മക്കളൊക്കെ ഉള്ളതാണ്. ഇവർ രണ്ടുപേരും എന്തിന് ലോഡ്ജിലേക്ക് വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതായത് നവീനും ശ്രുതിയും ഒരു അമ്പല പരിപാടി വെച്ചായിരുന്നു മീറ്റ് ചെയ്തത്. തുടക്കത്തിൽ ജസ്റ്റ് ഫ്രണ്ട്സായിട്ടായിരുന്നു ഇവർ തുടങ്ങിയത്. ആ സമയത്ത് രണ്ടുപേരും നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഒരുമിച്ച് സംസാരിക്കുന്നു. ഈ ശ്രുതിക്കാണെങ്കിൽ മക്കളും ഭർത്താവൊക്കെ ഉണ്ടെങ്കിലും ശ്രുതി എപ്പോഴും ഭയങ്കര ലോൺലി ആയിട്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ ശ്രുതിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും എപ്പോഴും ലോൺലി ആയി ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ലോൺലിനെസ് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷനായിട്ടായിരുന്നു ഈ ശ്രുതി നവീനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നവീനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നവീനെ കൂടെ പുറത്തേക്ക് പോകാറുണ്ട്. ഒരുമിച്ച് ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങളിൽ തന്നെ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആവുന്നു. അവർ പോഞ്ചിൽ നവീനാണെങ്കിൽ തനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ സിംഗിളാണ്, ഞാൻ നല്ലൊരു പെൺകുട്ടിയെ നോക്കുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ആ രീതിയിലായിരുന്നു ഈ ശ്രുതിയുമായിട്ട് സംസാരിച്ചിരുന്നത്. അതേസമയം തന്നെ ശ്രുതിക്ക് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ളതാണ് എന്നൊരു കാര്യം നവീൻ അറിയാമായിരുന്നു. പക്ഷേ ഇയാൾക്ക് മക്കളൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട് എന്നൊരു കാര്യം മറച്ചു വെച്ചിട്ടായിരുന്നു ശ്രുതിയോട് ഇയാൾ സംസാരിച്ചിരുന്നത്. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞെന്നൊരു കാര്യം ശ്രുതിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ ശ്രുതി ഈ ഒരു കാര്യം പറയുന്നു. അതായത് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ മകളെ എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഭർത്താവ് ഒഴിവാക്കിയിട്ട് വരാം, മകളെ ഒഴിവാക്കിയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ നവീനോട് പറയുന്നു. അത് കേട്ട സമയത്ത് നവീൻ ശരിക്കും പേടിച്ചു പോയി. നവീൻ ഇവരുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒഴിവാക്കിയേക്കാം എന്ന രീതിയിലായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ശ്രുതി പറയാൻ തുടങ്ങിയപ്പോൾ നവീൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ശ്രുതി എന്തായാലും ഒഴിവായി പോകില്ല എന്നൊരു കാര്യം ഈ നവീന് അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ശ്രുതിനെ ഒഴിവാക്കണം? ശ്രുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൻ്റെ കുടുംബം കൂടി നഷ്ടമാകുമെന്ന് വിചാരിച്ചപ്പോൾ ശ്രുതിനെ എന്തായാലും ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഉത്തരഹള്ളിയിലുള്ള ആ ഒരു ഹോട്ടലിൽ ഓയമുറി ഇയാൾ ബുക്ക് ചെയ്തത്. നേരെ രണ്ടുപേരും കൂടെ ആ ഓയമുറിയിലേക്ക് സംസാരിക്കാനായിരുന്നു പോയത്. ആ സമയത്ത് ഇയാളുടെ നവീൻ അയാളുടെ കയ്യിലൊരു കത്തി ഇയാളെ കരുതിയിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രുതിയെ കൊല്ലാന്നുള്ള പ്ലാൻ നേരത്തെ ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാൻ അനുസരിച്ച് വൈകുന്നേരം സമയത്ത് രണ്ടുപേരും കൂടെ ആ ഒരു ഓയമുറിയിലേക്ക് കയറുന്നു. അവിടെ വെച്ച് ഇയാൾ കാണാനൊക്കെ പറയുന്നു, എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ല, ഒഴിവാക്കിയൊക്കെ ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ആ സമയത്ത് ശ്രുതി ഭയങ്കര വയലൻ്റ് ആവുന്നു. അതൊന്നും പറ്റില്ല, നമ്മൾ ഒരുമിച്ച് കുറേ കാലം ചെയ്തതാണ്, ഇത് ഒന്നും നടക്കില്ല, എന്തെങ്കിലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ശ്രുതി ഭയങ്കര വയലൻ്റ് ആവുന്നു. ഞാൻ അത് പ്രശ്നമാക്കുന്നൊക്കെ പറഞ്ഞ് നവീനെ പേടിപ്പിക്കുന്നു. വേറെ വഴിയില്ലാതെ അവിടെ വെച്ച് കയ്യില്ലാത്ത കത്തില്ലേ അത് ഉപയോഗിച്ച് ശ്രുതിയെ ക്രൂരമായി കഴുത്ത് മുറിച്ച് ഇയാൾ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷം ഇയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ സംസ്ഥാനത്തേക്ക് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസിൻ്റെ സൈബർ ടീം ഉപയോഗിച്ച് അയാൾ ട്രാക്ക് ചെയ്ത് പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞ് താനാണ് ശ്രുതിയെ കൊന്നതെന്ന് ഇയാൾ സമ്മതിക്കുന്നു. ഇയാളിപ്പോൾ ജയിലിലാണുള്ളത്. ഇപ്പോൾ ആ 5 വയസ്സുള്ള മകൾക്ക് അമ്മയുമില്ല, അതേപോലെ തന്നെ 2 മക്കളുള്ള നവീൻ ഭാര്യ, 2 മക്കൾക്കും ഭാര്യയ്ക്കും ഇപ്പോൾ ഭർത്താവുമില്ല. ഈ ഒരു സംഭവം നമുക്ക് തരുന്ന പാഠം, ഇതുപോലുള്ള പല റിലേഷൻഷിപ്പും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. പക്ഷേ ഇതേ റിലേഷൻഷിപ്പ് തന്നെ ചില സമയത്ത് നമ്മുടെ ജീവിതം അവസാനിക്കാനും കാരണമാകും. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം.